Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലസ് ആണ്. അതിനാവശ്യമായിട്ട് കുറച്ച് മുത്തുകൾ എടുത്തിരിക്കുന്നത് വൈറ്റ് കളർ ബീഡ്സ് ആണ്. പിന്നെ ഐപിൻ, പിന്നെ ബാക്ക് ചെയിൻ, പ്ലെയർ. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇന്ന് ആവശ്യം. അപ്പോൾ ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഐപിൻ എടുക്കാം. ഐപിനിൻ്റെ ഒരറ്റത്ത് ഒരു ലൂപ്പ് ഉണ്ടാകും. അപ്പോൾ ഐപ്പിന് വളവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയ ശേഷം നമുക്ക് അതിലോട്ട് മുത്ത് കോർക്കാം. ഇവിടെ 4mm സൈസ് വരുന്നതും 6mm സൈസ് വരുന്ന മുത്തുകളാണ് എടുത്തിരിക്കുന്നത്. സെയിം കളർ വൈറ്റ് കളർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെറിയ സൈസ് 2 കോർത്തു, നടുവിൽ മാത്രം വലിയ സൈസ് മുത്ത് കോർത്ത ശേഷം വീണ്ടും നമ്മൾ ആദ്യം കോർത്ത അതേ സൈസിലുള്ള 2 മുത്തുകൾ കോർത്തു. അങ്ങനെ ഒരു ഐപ്പിനിൽ 5 മുത്താണ് ടോട്ടൽ കോർക്കുന്നത്. ഒരേ സൈസിലുള്ള 4 മുത്തും നടുവിൽ മാത്രം കുറച്ച് വലിയ സൈസ് മുത്താണ് കോർക്കുന്നത്. അതിനുശേഷം നമുക്ക് മറ്റേ അറ്റത്ത് കൂടി ഒരു ലൂപ്പ് ഉണ്ടാക്കാം. അതായത് 2 ഭാഗത്തും നമുക്ക് ഓരോ ലൂപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ ചെറിയ ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയുള്ള 7 സെറ്റാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 7 ഐപ്പിനിൽ ഇതുപോലെ 5 മുത്ത് വെച്ച് കോർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്നിങ്ങനെ വളയ്ക്കാം. അതായത് നമുക്ക് ഈ യു ഷേപ്പിൽ നമ്മുടെ മാല ഉണ്ടാക്കി വരുമ്പോൾ ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈസ് നമ്മൾ ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് ഇതുപോലെ ഈ ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം ഈ ഓരോന്നും നമ്മൾ ഈ വളച്ച് വെച്ചിരിക്കുന്ന ഈ കോർത്ത് വെച്ചിരിക്കുന്നത് ഓരോന്നും തമ്മിൽ പരസ്പരം ജോയിൻ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഈ മാല ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു ഭാഗത്തുള്ള ലൂപ്പ് സൈഡിലോട്ട് അകത്തുക. അതിനുശേഷം നെക്സ്റ്റ് വൺ എടുത്ത് ഈ ലൂപ്പിലോട്ട് കോർത്തിട്ട് വീണ്ടും ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ പ്രൊസീജിയറാണ് നമ്മളിനി മുഴുവനും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ കോർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആയിട്ട് തിരിക്കണം, ലൂസായിട്ടിരിക്കണം. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞും മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഷേപ്പിലൊക്കെ വരാതിരിക്കണം. ഒരേപോലെ തന്നെ നമ്മൾ ഈ വളച്ച ഭാഗം മുകളിലോട്ട് തന്നെ നിൽക്കുന്ന പോലെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൂപ്പിൻ്റെ സൈസ് അതിൻ്റെ ഷേപ്പ് മാത്രം നോക്കണം, അതായത് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ലൂപ്പ് ഒരു ഭാഗത്ത് എങ്ങനെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് പോലെ ആയിരിക്കണം മറ്റേ ഭാഗത്ത് വരാൻ. അങ്ങനെയാണെങ്കിലേ നമ്മൾ കോർത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ഇത് ടൈറ്റ് ആവാതെ ലൂസായിട്ടിരിക്കുകയുള്ളൂ. അതായത് ഒരു ഭാഗത്ത് ഇങ്ങനെയാണെങ്കിൽ മറ്റേ ഭാഗത്ത് ഓപ്പോസിറ്റായിട്ട് വരണം. അതല്ലെങ്കിൽ നമ്മൾ കോർത്ത ശേഷം ലൂസായിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് ഈ ലൂപ്പിൽ പിടിച്ച് പതുക്കെ തിരിച്ച് റെഡിയാക്കാനും പറ്റും. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കുക, നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുക. അതിനുശേഷം കോർത്തിട്ട് ലൂസായിട്ട് വരുന്ന പോലെ നമുക്ക് അതിനനുസരിച്ചിട്ട് ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് തിരിച്ച് ശരിയാക്കിയാലും മതി. നമ്മളിപ്പോൾ ഈ 3 കോർത്ത പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പീസുകളും ഇതേപോലെ തന്നെ ജോയിൻ്റ് ആക്കിയിട്ട് കോർത്തെടുക്കാം. അപ്പോൾ ഈ മുത്തുകളുടെ വലിപ്പം കളറെല്ലാം ഇഷ്ടത്തിന് നമുക്ക് മാറ്റിയെടുക്കാം. ഇതിൽ ഞാൻ വൈറ്റ് കളർ മാത്രമാണ് എടുത്തിരിക്കുന്നത്. നടുവിൽ മാത്രം ഈ വലിയ മുത്തിന് പകരം വേറെ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. നമ്മൾ 7 പീസും ഇതുപോലെ തന്നെ ലൂപ്പ് അകത്തിയിട്ട് പരസ്പരം ജോയിൻ്റ് ചെയ്തു. ഇതിന് ശേഷം നമുക്ക് ബാക്ക് ചെയിൻ ഇതിൽ കോർക്കണം. ഈ ബാക്ക് ചെയിന് 25 രൂപയാണ്. അതായത് ഫുൾ കണ്ണികളാണ് അതിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടുന്ന സമയത്ത് എക്സ്ട്രാ കണ്ണിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സൈസിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാം ഇങ്ങനെയുള്ള ബാക്ക് ചെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ചെയിനായിട്ട് കിട്ടും. ആ ബാക്ക് ചെയിന് 30 രൂപയ്ക്കാണ്. പിന്നെ ത്രെഡ് ഉണ്ടാവും. ഇത് ബാക്ക് ചെയിൻ ഒന്നും ഇടാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഈ ബാക്കി ബാക്ക് ചെയിന് പകരം ഇതുപോലെ വൈറ്റ് കളർ മുത്ത് കൊണ്ട് തന്നെ മാല പോലെ ഫുള്ളായിട്ട് കോർത്താലും മതി. അതും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ ബാക്ക് ചെയിൻ കോർത്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ അടിപൊളി ഡിസൈനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.